ശരിക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്നത് ഇവിടെ കേരളത്തിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തെ പല രീതിയിൽ അക്യൂസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലും. പിന്നെ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും കേരളത്തിൽ വരുന്നില്ല, നടപ്പാവുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കാവുന്നില്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും ഇതുവരെ കേരളത്തിൽ നമുക്കൊരു എന്താ പറയുക, ബി ജെ പിയുടെ ഭരണം ലഭിക്കാതെ വരികയും ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുകയും കൂടെ ചെയ്യുന്ന ഒരവസ്ഥയിൽ കേരളത്തിന് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ കിട്ടാതെ പോകുന്നു എന്ന് വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതൊരു നറേറ്റീവ് സെറ്റ് ചെയ്യല്ല. ഞാൻ പറയട്ടെ, ഞാൻ മുഖ്യമന്ത്രിയോടും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയോടും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഡേറ്റയും ഫാക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ മാധ്യമ സുഹൃത്തിൻ്റെ മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാം. എന്തിനാണ് നിങ്ങളൊരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് ഒരു ഒറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കുന്നത്? ഇന്ന് കേരളത്തിന് കിട്ടിയ കാശ് കഴിഞ്ഞ 12 കൊല്ലം നമ്മൾ കമ്പയർ ചെയ്യാം. UP ഉണ്ടായിരുന്നല്ലോ അതിന് മുമ്പ്. എത്ര കാശ് കിട്ടി? എത്ര കാശ് നരേന്ദ്രമോദിജിൻ്റെ സർക്കാർ തന്നു? എത്ര ഡിവല്യൂഷൻ നടന്നിട്ടുണ്ട്? എത്ര ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പ്രോജക്ട്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്? പക്ഷെ ചർച്ച ചെയ്യണം. ഇതിങ്ങനെ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് ഉണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞ് അതിനൊരു ട്രോൾ ആർമി വഴി ആംപ്ലിഫൈ ചെയ്ത് അതിനൊരു നറേറ്റീവ് ആക്കാൻ ഒരു ശ്രമം, അതൊരു പൊളിഞ്ഞ പോളിറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ്. അത് പഴയ പോളിറ്റിക്സാണ്. ഇതൊരു ക്ലാസിക് ലെഫ്റ്റിസ്റ്റ് മോഡലാണ്. അത് US നോക്കിയാലോ UK നോക്കിയാലോ യൂറോപ്പിൽ ഒരു ഹാഫ് ട്രൂത്ത് മുമ്പോട്ട് വെച്ച് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഒരു ട്രോൾ ആർമിനും വെച്ച് ആ ഹാഫ് ട്രൂത്തിനെ ട്രൂത്ത് ആക്കാൻ നോക്കുന്ന ഒരു പോളിറ്റിക്സ്, അത് ലെഫ്റ്റിസ്റ്റും സോഷ്യലിസ്റ്റിൻ്റെ ഒരു വലിയ ഒരു പ്ലേ ബുക്കിൻ്റെ ഭാഗമാണ്. അതിന് കൗണ്ടർ ചെയ്യാൻ ഞാൻ എന്താണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ വരൂ, ചർച്ച ചെയ്യാം, ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഡിബേറ്റ് ചെയ്യാം. ഞാൻ തയ്യാറാണ് ഡിഫെൻഡ് ചെയ്യാൻ, നിങ്ങൾ തയ്യാറാവും. പക്ഷേ ഇതൊന്നും ചെയ്യില്ല. ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് പോളിറ്റിക്സിനാണ് നമ്മൾ ശരിക്കും പൊളിക്കേണ്ടത്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഭാരതീയൻ, ഒരു കേരളീയൻ, അവരുടെ ആവശ്യമാണ് അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, രാഷ്ട്രീയക്കാർ ശരിക്കും വന്ന് ഡിബേറ്റ്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇട്ട് ഡിബേറ്റ് ചെയ്യണം. അതാണ് മെച്യൂർ ഡെമോക്രസി. ഈ വെറുതെ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി, ഓക്കെ, പക്ഷേ ഇൻഫന്റ് മോർട്ടാലിറ്റി മറ്റൊരു വിവാദം തുടങ്ങി. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്താണ്, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റിനെ കുറിച്ച് നിങ്ങൾ വലിയൊരു ആട്രിബ്യൂട്ട് ആക്കുമ്പോൾ, കേരള മോഡലിൻ്റെ ഒരു ഷൈനിങ് എക്സാമ്പിൾ ആക്കുമ്പോൾ, മറുവശത്ത് യൂത്ത് മൈഗ്രേഷൻ, ലോവർ ബർത്ത് റേറ്റ്സ്, ആവറേജ് പോപ്പുലേഷൻ ഏജ് ഗോയിങ് അപ്പ്, ഇതെല്ലാം ചർച്ച ചെയ്യണ്ടേ? ഇന്ന് എന്താ ഒരു ക്ലാസിക് ഫേസ്, യു ക്യാൻ മേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് സ്പീക്ക് എനിത്തിങ് ദറ്റ് യു വാണ്ട്, ഇൻക്ലൂഡിങ് എ ലൈ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഓക്കെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരള നമ്മൾ നമ്പർ 1 ആണെന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്രണ്ട്സ് പറയുന്നു. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഉള്ള ബിസിനസ്സിനോട് ചോദിക്കുന്നു, നിങ്ങൾ ആർ യു ഫൈൻഡിങ് ഇറ്റ് ഈസി ടു ഓപ്പറേറ്റ് ഇൻ കേരളം? ഇനിയിപ്പോൾ ബിസിനസ് ഇല്ലെങ്കിൽ 2 ബിസിനസ്സോട് ചോദിച്ചിട്ട് 2 ബിസിനസ്സുമാർ എന്താ പറയാൻ പോകുന്നു? ഇതല്ലോ. സോ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നമ്മൾ കോമൺ സെൻസ് മറക്കരുത്. സ്റ്റാറ്റിസ്റ്റിക്സിന് മുമ്പിൽ നിന്നിട്ട് കോമൺ സെൻസ് സറണ്ടർ ചെയ്യാൻ പാടില്ല. എന്തായാലും എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം താങ്കളെ പോലെ ഒരാളെ കുറേ നാളുകളുടെ ആഗ്രഹത്തിന് ശേഷം എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് കിട്ടിയിട്ട് ഇത്രയും വളരെ പരിമിതമായ ചോദ്യങ്ങളും ചർച്ചകളുമായിട്ട് പറഞ്ഞു വിടുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങി, ഇത് കൺക്ലൂഡ് ചെയ്യോ പുറത്തുനിന്ന് ആൾക്കാർ മെസ്സേജ് അയച്ചു തുടങ്ങി. സോ ലൈക്ക് എന്തായാലും നല്ലതാണ്. ഡെഫിനറ്റ്ലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് താങ്കൾക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു, എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ബട്ട് ഐ ഹാഡ് എ ഗുഡ് ടൈം വിത്ത് യു. എന്തായാലും താങ്കൾ ആസ് എ പേഴ്സൺ ഇത്തവണ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം എപ്പോഴും വോട്ട് ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണല്ലോ എല്ലാ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ജനങ്ങൾ ഒരു മാറ്റത്തിന് താല്പര്യപ്പെടുന്നുണ്ട്. ആ മാറ്റം BJPക്ക് അനുകൂലമായിട്ട് കുറച്ച് സീറ്റുകൾ ലഭിക്കട്ടെ. താങ്കൾക്കും എല്ലാവിധ ആശംസകളും. തീർച്ചയായും we need to sit again. Thank you. എന്തായാലും thank you for coming to chat with Bhakthan and thanks for your valuable time. Thank you. Bye.